ബെസ്റ്റ് ഫ്രണ്ടും അമ്മയും ഇപ്പോഴാണ് വരുന്നത്. എന്ത് പറയാനാ മോളെ, അടുത്ത മാസമല്ലേ ഇവളുടെയും കല്യാണം. മനസ്സിനിണങ്ങിയ ഡിസൈനുകൾ നോക്കി കേറി ഇറങ്ങാത്ത ജ്വല്ലറികളില്ല. ഇനി ഉണ്ടെങ്കിലോ ലോകത്തെങ്ങും ഇല്ലാത്ത പണിക്കൂലി. അതിന്റെ അലച്ചില. ഈ ഓർണമെന്റ്സിലെ അടിപൊളി ഡിസൈൻസ് ആണല്ലോ, എവിടെ നിന്ന് എടുത്തേ? നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. തിരുനബിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന റബീഉൽ അവ്വൽ മാസത്തെ വരവേറ്റുകൊണ്ട് കാഞ്ഞിരശ്ശേരി മഹല്ലിൽ പ്രവാചക ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. മഹല്ല് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് KP സുലൈമാൻ പതാക ഉയർത്തി. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501-ാമത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മഹല്ലടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു വിളംബരമാണ് ഈ പതാക ഉയർത്തലോടുകൂടെ ഇവിടെ നടത്തുന്നത്. മഹല്ല് ഖത്തീബ് AK ഇസ്മായിൽ അൽ ഹസ്നി ചടങ്ങിൽ നബിദിന സന്ദേശം നൽകി. മഹൽ ഭാരവാഹികളായ AA സൈനുദ്ദീൻ, KM കോയക്കുട്ടി, KM ഹംസ, KM അബ്ദുൽ കരീം, KM അഷറഫ്, KH മുഹമ്മദ് സുധീർ, KA അബൂബക്കർ ഹാജി, PA വീരാൻകുട്ടി മുസ്ലിയാർ, KM ഷംസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. മഹലിന് കീഴിലുള്ള SN നഗർ ഹയാത്തുൽ ഇസ്ലാം മദ്രസ, കാഞ്ഞിരശ്ശേരി അൽ മദ്രസുൽ ബദ്രിയ, ഇരുനിലംകോട് ദാറുസ്സലാം മദ്രസ, കണ്ണമ്പാറ നൂറുൽ ഹുദ മദ്രസ എന്നീ പ്രദേശങ്ങളിലെ മസ്ജിദുകളും വീടുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക മൗലീദ് സദസ്സുകൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പള്ളികളിൽ മൗലീദ് പാരായണവും പ്രാർത്ഥനയും മധുര പലഹാര വിതരണവും നടക്കും. പ്രധാന ദിനമായ റബീഉൽ അവ്വൽ 12-ന് സുബഹി നിസ്കാരത്തോടെ പള്ളികളിൽ പ്രത്യേക മൗലീദ് സദസ് നടക്കും. തുടർന്ന് വിവിധ മദ്രസകളിൽ നിന്ന് ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ സംഘങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കുന്ന റാലികൾ കാഞ്ഞിരശ്ശേരി മഹല്ല് കേന്ദ്ര ജുമാ മസ്ജിദിൽ സമാപിക്കും. തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ അന്നദാനം നടക്കും. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഓരോ മദ്രസാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പരിപാടികൾ അരങ്ങേറും. You are watching VCV News.